യൂറോപ്പിലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അതും ഫുള്ള് സൈലൻസ്, ക്ലീൻ റോഡ്സ്, ടെൻഷനൊന്നും ഇല്ലാത്തൊരു ലൈഫ്, അതും ഈ ഒരു വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന രാജ്യത്ത്. ഇങ്ങനെ മാസാവസാനം ഒരു 6000 യൂറോ വരെ, അതായത് ഏകദേശം ഒരു 5 ലക്ഷത്തിന് മുകളിൽ സാലറി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാനൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിലോ? ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു ഡ്രീമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ ഇതൊരിക്കലും ഒരു ഡ്രീം അല്ല, ഇത് ഫിൻലാൻഡിൻ്റെ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇത്രയും നല്ല അവസരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഫിൻലാൻഡിൽ പോവാത്തത് എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, ബട്ട് ശരിയായിട്ടുള്ള വഴി ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. സോ നമ്മളിന്ന് നോക്കാൻ പോണത് എങ്ങനെയാണ് ഒരു ഫിൻലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബിന് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. നമ്മുടെ ഈ ഒരു ചാനൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അതായത് അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് റിയൽ ആയിട്ടുള്ള വഴി കാണിക്കുക, അതാണ് ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം. നോ ഫേക്ക് പ്രോമിസസ്, അതുപോലെ തന്നെ നോ ഏജൻറ്റ്സ്, ഓൺലി പ്രാക്ടിക്കൽ സ്ട്രാറ്റജി. അത് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഇങ്ങനെ ഫിൻലാൻഡിൽ ജോബുകൾ ഏതൊക്കെ കിട്ടും, ഇതിൻ്റെ സാലറീൻ്റെ റിയാലിറ്റി എന്തൊക്കെയാണ്, എത്രത്തോളം സാലറി കിട്ടും, അതുപോലെ തന്നെ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്തിട്ട് ഒരു ജോബ് നേടിയെടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി പറയാണ്ട്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ 1-2 ജോബിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ജോബ് കിട്ടണമെന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന പോലെ തന്നെ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് എത്ര അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ വൈ ഫിൻലാൻഡ്? ഫിൻലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. പക്ഷേ അവർക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, അതായത് വർക്കേഴ്സിന് കിട്ടാനില്ല എന്നുള്ളത്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത്, അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏജിങ് ആവുകയാണ്. അതുപോലെ തന്നെ യുവാക്കൾ വളരെ കമ്മിയാണ്. അതുപോലെ തന്നെ ടെക്കൊക്കെ വളരെ ഗ്രോത്തിക്കാണ് പോണത്. സോ ഇങ്ങനെ ഫിൻലാൻഡിൽ ആവശ്യത്തിന് വർക്കേഴ്സിന് കിട്ടാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ഇൻ്റർനാഷണൽ വർക്കേഴ്സിനെ, ഒരു നോൺ EU കൺട്രീസിലെ ആളുകൾ അവർ ഹയർ ചെയ്യണത്, അതായത് നമ്മളൊക്കെ. സോ നിങ്ങൾക്കും ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം അവിടുത്തെ സാലറി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ സാലറി എത്ര കിട്ടുക എന്നുള്ളത് നോക്കി നോക്കാം. ഫിൻലാൻഡിൻ്റെ ഒരു ആവറേജ് സാലറിയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു IT ജോബ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3500 യൂറോ മുതൽ 6500 യൂറോ വരെ കിട്ടും. പിന്നെ ഹെൽത്ത് കെയറിൻ്റെ കാര്യം, കൺസ്ട്രക്ഷൻ്റെ കാര്യം, അതുപോലെ തന്നെ പിന്നെ ഒരു എൻട്രി ലെവൽ ജോബിനൊക്കെ ആണെങ്കിൽ എത്ര കിട്ടുക എന്നുള്ളതൊക്കെ നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി സ്കിൽഡ് ജോബൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6000 യൂറോനെ പ്ലസ് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഓക്കെ, അതൊരു ഈസിലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അതായത് സാലറി മാത്രമല്ല, ലൈഫ് ക്വാളിറ്റിയാണ് ഏറ്റവും വലിയൊരു റിയൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ആൾറെഡി ആദ്യം പറഞ്ഞ പോലെ തന്നെ, അതായത് നോയ്സസ് ഇല്ല, പൊല്യൂഷൻസ് ഇല്ല, സേഫ് ലൈഫ് ആയിരിക്കും, വർക്ക് ലൈഫ് ബാലൻസ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഫിൻലാൻഡിനെ ഈ ഒരു വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്രൈം റേറ്റ് വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ ആളുകളൊക്കെ സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത്. സോ ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഏതൊക്കെ ജോബാണ് അവിടെ കിട്ടുക, അല്ലെങ്കിൽ ഏതൊക്കെ ജോബിനാണ് അവിടെ ഡിമാൻഡ് ആയിട്ടുള്ളത്, എന്ത് ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഈ ഒരു ഫിൻലാൻഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് IT സോഫ്റ്റ്വെയർ, ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, ഫാക്ടറി ആൻഡ് ലോജിസ്റ്റിക്സ്, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും ചാൻസ് ഉണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ട്. ഇനി ഇങ്ങനെ ഫിൻലാൻഡിൽ നിങ്ങൾ സെറ്റിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് യൂറോയിലാണ്. ഓക്കെ, ഒരു യൂറോ ഇന്ത്യൻ മണിയിൽ എത്രയെന്നുള്ളത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഫാമിലി വിസ ആയിരിക്കും, ഹൈ ക്വാളിറ്റി ലൈഫ് നയിക്കാൻ പറ്റിയ രാജ്യം, PR പാത്വേ, ഓക്കെ, ഒരു പെർമനൻറ്റ് റെസിഡൻസും നമുക്ക് നേടിയെടുക്കാൻ വളരെ ആപ്റ്റബിൾ ആണ്. സോ അങ്ങനെ നിങ്ങളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ആണ് ഫിൻലാൻഡ് പറഞ്ഞ രാജ്യം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ജോബ് സെർച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഏജൻസിൻ്റെ കയ്യിലൊക്കെ പോയിട്ട് ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടെലിഗ്രാം വഴിയും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റ വഴിയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. സോ പിന്നെ അതുപോലെ തന്നെ റാൻഡമായിട്ട് അപ്ലൈ ചെയ്യുക, എല്ലാ ജോബിനും അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു CV ഉണ്ടാക്കാതെ, കറക്റ്റായിട്ട് ഒരു യൂറോപാസിൻ്റെ CV ഒന്നും ഉണ്ടാക്കാതെ നിങ്ങൾ അങ്ങനെ റാൻഡമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും സ്കാമിൽ പോയി പെടും, അല്ലെങ്കിൽ റിജക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, ഈ ഒരു ലിങ്ക്ഡൈൻ ആണെങ്കിലും ഇൻഡീഡ് ആണെങ്കിലും ഗ്ലാസ് ഡോർ, US പോർട്ടൽ, ഇതൊക്കെ നമുക്ക് ഉള്ള ഒരു ജോബ് പോർട്ടൽസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫിൻലാൻഡിൻ്റെ ഒരു ഒഫീഷ്യൽ പോർട്ടലായിട്ടുള്ള TE സർവീസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വർക്ക് ഇൻ ഫിൻലാൻഡ്, ജോബ്സ് ഇൻ ഫിൻലാൻഡ്, ഇതൊക്കെ ഉണ്ട്. സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം ഇതുവഴി അപ്ലൈ ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയം, ഇങ്ങനെ ഫിൻലാൻഡിലേക്ക് പോകാനായിട്ട് ഫിന്നിഷ് ലാംഗ്വേജ് അറിയണ്ടേ എന്നുള്ളതാണ്. സോ ഇവിടെയാണ് ഇതിൻ്റെ ട്രൂത്ത് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ജോബ് പോർട്ടൽ വഴി പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, സോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ജോബുകളാണ് ഇതൊക്കെ. ഫിന്നിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ, അല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ ഒരു ജോബ് പോർട്ടൽ വഴി പോയാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിവിയും കവർ ലെറ്ററൊക്കെ ആ ഒരു ജോബിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. ആ ഒരു ജോബിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ കീവേഡ്സൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ സിവിയിലും കവർ ലെറ്ററിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു മിഡിൽ മാൻ ഒന്ന് വെക്കാതിരിക്കുക. അതായത് ഈ ഒരു ഏജൻസി വഴിയോ ഏതെങ്കിലും ഏജൻറ്റ് വഴിയൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ ഫ്രീ ആയിട്ട് ഫിൻലാൻഡിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് ഈ ഒരു ഫിന്നിഷ് മല്ലൂസ് ബ്രോ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആൾറെഡി ആ ബ്രോനെ പറ്റിയിട്ടൊക്കെ നമ്മളുടെ ചാനലിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജോബ് ഓഫർ മസ്റ്റ് ആയിരിക്കണം, അത് നിങ്ങൾക്ക് കിട്ടണം. പിന്നെ സാലറി ലീഗൽ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഫേക്ക് ജോബ്സ് ഒന്നും ആയിരിക്കരുത്. ഈ ഒരു ഫേക്ക് ജോബ്സ് ഒക്കെ ആണെങ്കിൽ റിജക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു 2026 ഇതിൻ്റെ റൂൾസ് എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ. സോ ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ജോബ് ഓഫർ വേണം. അതായത് നമ്മൾ ആദ്യം ഒരു ജോബിന് അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിനുശേഷം നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടും. സോ ഈ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർമിറ്റ് ടൈപ്പ്. അതായത് ഈ ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ്, EU ബ്ലൂ കാർഡ് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ സാലറിക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ഓൺലൈൻ. അതായത് നമ്മൾ ഫിൻലാൻഡിൻ്റെ പോർട്ടലിൽ പോയിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ചില സിറ്റുവേഷനിൽ ആ ഒരു എംപ്ലോയർ ആയിരിക്കും ഇത് ചെയ്തു തരിക. നിങ്ങൾ അതിന് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ബയോമെട്രിക്സ് ആണ്. അതായത് നമ്മൾ ഈ ഒരു VFS അല്ലെങ്കിൽ ഈ ഒരു എംബസി പോയിട്ട് വിസിറ്റിംഗ് ഉണ്ടാവും, അത് നമ്മൾ ചെയ്യുക. പിന്നെ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മളുടെ റിസൾട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മാക്സിമം നമുക്കൊരു 4 to 12 വീക്സിൻ്റെ ഉള്ളിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് യൂറോപ്പിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോൾ അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കാണുന്ന ചാനൽ തന്നെയാണ്. സോ നിങ്ങളുടെ ജോബ് റോളും നിങ്ങളുടെ എക്സ്പീരിയൻസും എന്താണെന്നുള്ളത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. സോ ആ ഒരു കമൻസ് കാണുന്ന ആളുകൾക്ക് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ എന്നാൽ കഴിയുന്ന ഡൗട്ട്സ് ഒക്കെ ഞാനും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടിയും പറയാണ്ട്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. സോ ഈ ഒരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന ഈ ഒരു രാജ്യത്തേക്ക് പോകാനാണ് അല്ലെങ്കിൽ ഫിൻലാൻഡിലേക്ക് പോകാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.